ന്യൂമറോളജി പ്രകാരം പേഴ്സണൽ ഇയർ എന്നൊരു സങ്കല്പമുണ്ട്. ഇതെന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബുക്ക് ആണെങ്കിൽ ഓരോ വർഷവും ഓരോ താളുകളാണ് എന്നാണ് ന്യൂമറോളജി വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഓരോ വർഷവും നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള തീം ഉണ്ട്. അതായത് ആ വർഷം നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഗോളിലായിരിക്കണം എന്നാണ് ന്യൂമറോളജി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇയർ ഓരോരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. കാര്യം വെച്ചാൽ ആ നമ്പർ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2025 എന്ന വർഷം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊരു ജനറൽ ആയിട്ട് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ആ വർഷം ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വരും. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ചെയ്തോ എന്നുള്ളത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങളുടെ ജനിച്ച ദിവസവും ജനിച്ച മാസവും മാത്രം എഴുതുക. ജനിച്ച ദിവസം, ജനിച്ച മാസം. നിങ്ങൾ പറയും, എന്താ പറയുക, ഇപ്പോൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ളത് അത് ഫോളോ ചെയ്യുക. ഒഫീഷ്യൽ റെക്കോർഡിൽ വരുന്നതും നിങ്ങൾക്ക് ശരിക്കുള്ളതുമാണെങ്കിൽ ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഫോളോ ചെയ്യുക. ഇനി അറിയില്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്താണുള്ളത് അത് ഫോളോ ചെയ്യുക എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ അത് വെച്ചിട്ടാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ജനിച്ച ദിവസം ജനിച്ച മാസവും പേപ്പറിൽ എഴുതിയോ മക്കളെ? ഡിഡ് യു? അതിനുശേഷം അടുത്തത് നമ്മുടെ കറണ്ട് ഇയർ, ഏത് വർഷമാണ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വർഷം ഏതാണ്? 2025 ആണ്. അപ്പോൾ അതും നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം പ്ലസ് ജനിച്ച മാസം പ്ലസ് അടുത്ത വർഷം 2025. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭർത്താവിൻ്റെയും മോൻ്റെയും മോളുടെയൊക്കെ നോക്കിയാലുള്ളത്. നോ, അത് നിങ്ങൾക്ക് പിന്നെ നോക്കാം. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നിങ്ങൾക്കറിയാലോ, 1 മുതൽ 9 വരെയുള്ള നമ്പറിലേക്ക് അത് ആക്കണം എന്നുള്ളതാണ്. പക്ഷേ 11, 22, 33 എന്ന നമ്പറുകളാണ് വരുന്നതെങ്കിൽ അത് അവിടെ നിർത്തുകയും വേണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 11/11 നിങ്ങൾ ജനിച്ചതെങ്കിൽ 2025 എന്ന വർഷം ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചേർത്ത് 13 ആവും. അത് 4 മാറും. 6/1 ജനിച്ചതെങ്കിൽ അതിൻ്റെ കൂടെ 2025 വരുമ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 16 ആവും. അത് 7 ആവും. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? അതായത് ന്യൂമറോളജി പ്രകാരം നമുക്ക് പ്രധാനമായിട്ടും 1 മുതൽ 9 വരെയുള്ള നമ്പറുകളും പിന്നെ സ്പെഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാലോ, 11ഉം 22ഉം. ചില ബുക്കിൽ 33 എന്നും പറയുന്നുണ്ട്. ഇതിനെ ചൊല്ലി ഡിബേറ്റ് ഉണ്ട്. ചിലർ 1 മുതൽ 9 വരെ എടുക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ 33 എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ച ദിവസം എഴുതി, ഏത് ദിവസമാണെങ്കിലും ഇപ്പോൾ 1 മുതൽ 31 വരെയുള്ള ഒരു ദിവസമായിരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടാവുക. അത് എഴുതി. പിന്നെ ജനിച്ച മാസം 1 മുതൽ 12 വരെയുള്ള മാസമായിരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ എഴുതി. അതിനുശേഷം 2025. ഇത് അടുത്ത വർഷം നിങ്ങൾ ചെയ്യുമ്പോൾ അത് 2026 ആവും. അപ്പോൾ 2025 എഴുതി. നമ്മളത് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 2 ഫിഗർ നമ്പറേ വരുള്ളൂ. സിംഗിൾ ഡിജിറ്റ് വരാൻ ഒരു സാധ്യതയുമില്ല. ആ 2 ഡിജിറ്റ് വരുന്നത് 11, 22, 33 ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കട്ടെ, അനക്കണ്ട. മറ്റേത് നമ്പറാണ് കിട്ടുന്നതെങ്കിലും അത് വീണ്ടും ആഡ് ചെയ്ത് 1 മുതൽ 9 വരെയുള്ള ഒരു നമ്പറിലേക്ക് എത്തിക്കണം. ഗ്രേറ്റ്. 11, 22, 33 കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഇനി ഓരോരോ നമ്പർ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഇയർ അതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി അതിൽ കൺഫ്യൂഷൻ പാടില്ല. അപ്പോൾ വി സ്റ്റാർട്ട് ഫ്രം പേഴ്സണൽ ഇയർ നമ്പർ 1 കിട്ടിയവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 1 കിട്ടിയവരുടെ ശ്രദ്ധയ്ക്ക്. ഓക്കെ ഡിയേഴ്സ്, അതായത് 1 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങൾക്കുള്ള സമയമാണ്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യത്തിന്റെ സമയമാണ്, ലീഡർഷിപ്പിന്റെ സമയമാണ്. ഇത് എന്താ പറയുക, ഒരു വസന്തകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 1 കിട്ടിയവർ ഈ വർഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷം തുടങ്ങുന്ന ദിവസം തന്നെ ഒരു ഡയറിയും ഒരു പേനയും എടുത്തിരുന്നിട്ട് ആലോചിക്കണം എന്തൊക്കെ പുതിയ ഐഡിയാസ് ആണ് വരുന്നതെന്ന്. നിങ്ങൾക്ക് ഈ വർഷം ഒരുപാട് ഐഡിയാസ് വരും. നിങ്ങൾ ഐഡിയാസ് വിൽ ബ്രിങ്, പുതിയ എനർജീസ് കൊണ്ടുവരിക. ഇത് ഒരു നല്ല വർഷമാണ് ഒരു പുതിയ ഹോബി തുടങ്ങാൻ, പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ പാത കണ്ടെത്താനൊക്കെ. 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. 2025 എന്ന വർഷം നിങ്ങൾക്ക് തരുന്നത് പുതിയ തുടക്കങ്ങളാണ്. എന്താ പറയുക, ഫ്രീഡം അല്ലെങ്കിൽ ലീഡർഷിപ്പ്, നിങ്ങളുടെ സ്കില്ല് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഈ വർഷം എന്തൊക്കെ ഹോബീസ്, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്. അതിൽ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, ഹോബി, കരിയർ, റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു വർഷമാണ് 1 എന്ന് പറയുന്നത്.
ഇനി 2 കിട്ടിയവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 2 കിട്ടിയവർ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെയും കൊളാബറേഷൻ്റെയും വർഷമാണ്. ഈ വർഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടേം ഇതിനുള്ള തുടക്കമാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഇത് വരുത്താൻ ശ്രമിക്കണം. സ്ട്രോങ് ഫൗണ്ടേഷൻസ് ആണ്. ഈ വർഷം പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പുതിയ ആളുകളുമായിട്ട് ഇടപഴകണം. ഏത് മേഖലയിലും എന്താ പറയുക, ഈ വർഷം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് കൊളാബറേഷൻ്റെ ഒരു വർഷമാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കുള്ളതാണ്. പുതിയ റിലേഷൻഷിപ്പ് അല്ല പറയുന്നത്, ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് വൺ. ഈ വർഷം ക്ഷമയുടെ ഒരു വർഷം കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒറ്റയ്ക്ക് അല്ല ഈ വർഷം നമ്മൾ ചെയ്യേണ്ടത്, കൂട്ടായ്മയുടെ ഒരു വർഷമാണിത്. അപ്പോൾ വാട്ട് എവർ യു ഡു, ട്രൈ ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം എ പേഴ്സൺ ഓർ അതർ പേഴ്സൺ. ഓക്കെ ഡിയേഴ്സ്, വിൽ യു ഡു ദാറ്റ്? യെസ്. 3 എന്ന് പറയുന്ന ഇയർ ഉള്ളവർ, ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ വർഷമാണ്. ഇത് നിങ്ങൾ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ്റെ വർഷമാണ്. സെൽഫ് എക്സ്പ്രഷൻ്റെ വർഷമാണ്. ഈ വർഷം നിങ്ങൾ എന്ത് പറ്റണം എന്ന് വെച്ചാൽ, പുതിയ ബുക്കുകൾ വായിക്കണം, എന്താ പറയുക, പുതിയ പാട്ട് കേൾക്കണം, പുതിയ സ്ഥലങ്ങൾ കാണണം. അതായത് എന്താണോ നമ്മുടെ ക്രിയേറ്റിവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇതാക്കണം. ഇനി നിങ്ങൾ പറയും എന്തിലെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മുടെ പണിയുന്ന വസ്ത്രങ്ങളിൽ ക്രിയേറ്റീവ് ആവാം, പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ക്രിയേറ്റീവ് ആവാം, വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഈ വർഷം നമ്മളൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. 3 എന്ന് പറയുന്ന വർഷം പുതിയ കാര്യങ്ങൾ, നമ്മൾ ഒരു സെൽഫ് എക്സ്പ്രഷൻ, ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ റീഡിങ് പറ്റുമോ നോക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, ഐഡിയാസ് ഉള്ള ഷെയർ ചെയ്യുക. അതായത് ഈ വർഷം നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മളൊരു പേപ്പറിൽ ക്രയോൺസിൽ പലതും വരയ്ക്കുമായിരുന്നല്ലോ, അതേപോലെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വർഷമാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 3 കിട്ടിയിട്ടുള്ളവർ അത് ചെയ്യുക. ഗ്രേറ്റ്. പീപ്പിൾ ഓഫ് വിത്ത് 4, ഇത് നിങ്ങൾക്ക് എന്താ പറയുക, സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ട ഒരു വർഷമാണെന്നാണ് പറയുന്നത്. ഇത് ഡിസിപ്ലിൻ്റെ വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നോക്കണം, ലൈഫിൽ ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ നോക്കണം. അതായത് എന്ത് കാര്യത്തിലും ഒരു ചിട്ട ഉണ്ടാവണം. ചിട്ടയില്ലാത്തൊരു ജീവിതം നയിക്കരുത്. ഈ വർഷം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ വർഷമാണ്. ഒരു പുതിയ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റിയൊരു വർഷമാണ്. കാരണം വെച്ചാൽ ഫൗണ്ടേഷനാണല്ലോ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് ഇടപഴകാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്യുക, ഓർഗനൈസ്ഡായിട്ട് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല, മറ്റാരെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുക. അങ്ങനെയാണ് 4 എന്ന് പറയുന്ന വർഷം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് 4-ൽ ജനിച്ചവർക്ക്, പേഴ്സണൽ ഇയർ ആയിട്ടുള്ളവർക്ക് ചെയ്യാനുള്ളത്. 5-ലുള്ളവർക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് ചിന്തിക്കേണ്ട ഒരു വർഷമാണെങ്കിൽ പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ്. പുതിയ അനുഭവങ്ങൾ നേടേണ്ട ഒരു വർഷമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, മാരേജബിൾ ഏജ് ആണെങ്കിൽ വിവാഹത്തിന് ശ്രമിക്കേണ്ട ഒരു വർഷമാണ്, വിവാഹം കഴിക്കേണ്ട ഒരു വർഷമാണ്. യാത്രകൾ, അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ബഞ്ചി ജമ്പ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലത്തെ എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ അനുഭവിക്കുക, പുതിയ ആക്ഷൻ, ശരീരം അനങ്ങിയിട്ടുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് 2025 എന്ന് പറയുന്നത്. അപ്പോൾ അനുഭവവേദ്യമായിരിക്കണം 2025. 5 സെൻസസും വരണം. 5 എന്ന് പറയുന്നതിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, പ്രായമായിട്ടുണ്ടെങ്കിൽ അതിന് പോകണം. ഇപ്പോൾ പ്രായമാവാത്ത കുട്ടികൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെല്ലാം പറ്റിയൊരു വർഷമാണ് 5 എന്ന് പറയുന്നത്. 6-കാർക്ക് എന്താണ് ഈ വർഷം പറഞ്ഞിട്ടുള്ളത് നോക്കാം. റെസ്പോൺസിബിലിറ്റിയുടെ വർഷമാണ് 6 എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ വർഷമാണ്. മൈ ഗോഡ്, സ്ക്രീൻ മാറിപ്പോയി, ഗിവ് മി എ സെക്കൻഡ്. അപ്പോൾ ഫാമിലിയുടെ കൂടെ സമയം ചെലവാക്കണം, നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് കണക്ട് ചെയ്യണം, പാർട്ടീസൊക്കെ ഓർഗനൈസ് ചെയ്യുക. അതായത് ഈ വർഷം കുടുംബത്തിന് വേണ്ടി നഴ്ച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കളുണ്ടെങ്കിൽ മക്കളായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപഴകുക. ഒരു റെസ്പോൺസിബിലിറ്റിയുടെ വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചുമതലകൾ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ടി വരും. നഴ്ച്ചറിങ്, പരിപാലനത്തിനുള്ള യോഗമാണ് നിങ്ങൾക്ക് ഈ വർഷം ഉള്ളത്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പരിപാലിക്കുക. ഫാമിലിയാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഫോക്കസ്. അപ്പോൾ 7-കാർ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. ഈ വർഷം ഇൻട്രോസ്പെക്ഷനും സ്പിരിച്വൽ ഗ്രോത്തിലുള്ള വർഷമാണ്. ആത്മപരിശോധന നടത്തുക. എന്താ പറയുക, ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം വിലയിരുത്തണം എന്നുള്ളതാണ്. നമ്പർ 7 കിട്ടിയിട്ടുള്ളത്. എന്താണ് നമ്മുടെ കരിയർ, എവിടെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്, എവിടെയാണ് നമ്മുടെ ഹാബിറ്റ്സ്, എവിടെയാണ് നമ്മുടെ ഹോബീസ്, എവിടെയാണ് ഹെൽത്ത്, വിശ്വാസങ്ങൾ. ഇതെല്ലാം നമ്മളൊരു 1 to 10 സ്കെയിലിൽ റേറ്റ് ചെയ്യണം. റേറ്റ് ചെയ്തിട്ട് മോശമായിട്ടുള്ള ഏരിയയിൽ നമ്മൾ എന്താ നോക്കിയിട്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നോക്കിക്കൊണ്ട് ആ ഏരിയയിൽ വർക്ക് ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം ഒരു ആത്മപരിശോധനയുടെയും ആത്മീയ വളർച്ചയുടെയും വർഷമാണ്. അതായത് സ്വന്തം പാത കണ്ടെത്തേണ്ട ഒരു വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എവിടെ, റിലേഷൻഷിപ്പ് എവിടെ, ഹാബിറ്റ്സ്, ഹെൽത്ത്, വിശ്വാസം, ഇതിലൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കി എന്ത് ചെയ്യാൻ പറ്റും അതിലെനിക്ക് എന്ന് പറഞ്ഞ് അതിലൊരു വിഷൻ ഉണ്ടാക്കി
ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് ഈ വർഷം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഐ വാണ്ട് ഓൾ ദ 7 പീപ്പിൾ ടു ഇൻട്രോസ്പെക്ട്. 7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 7 ചക്രയുടെ ഇത് കൂടിയാണ്. ഇറ്റ്സ് എ ടെമ്പിൾ എന്ന് പറയുന്നത്. എല്ലാം കൂടി അലൈൻമെന്റ് വരുന്നൊരു വർഷമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് യു ഹാവ് ടു കണക്ട് വിത്ത് യുവർ സെൽഫ്. വിൽ യു ഡു ദാറ്റ് ഡിയേഴ്സ്? 8 കിട്ടിയവർക്ക് ഇത് അംബീഷന്റെ വർഷമാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യേണ്ട വർഷമാണ്. മെറ്റീരിയൽ പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട വർഷമാണ്. പ്രൊഫഷണൽ സക്സസിന്റെ വർഷമാണ്. ഈ വർഷം പ്രോസ്പെരിറ്റി ആൻഡ് വെൽത്ത് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാം, എങ്ങനെ ഫിനാൻഷ്യലി ഇതാവാം, എവിടെയാണ്, എത്ര കാശ് ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ട്, എത്ര കാശ് ഇതാക്കുന്നുണ്ട്, എന്ത് ഏരിയയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എവിടെ എനിക്ക് ഇതാക്കി, എങ്ങനെ എനിക്ക് ഇതാക്കാൻ പറ്റും. മാത്രമല്ല ഏൺ ചെയ്യുന്ന മണി കൊണ്ട് സ്വയം കാര്യങ്ങൾ കുറച്ച് വാങ്ങുകയും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പർ യുവർ സെൽഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാം ഇതിലേക്ക് നിൽക്കരുത്. ഇത് സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കണം. അതേപോലെ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഫിനാൻഷ്യൽ ഇതിനു വേണ്ടി, അബണ്ടൻസിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട വർഷമാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 8കാരുടെ ഈ വർഷത്തെ വിധി എന്ന് പറയുന്നത്. 9 കിട്ടിയവർക്ക് പറഞ്ഞത് കംപ്ലീഷന്റെ ഒരു വർഷമാണ്. കംപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്താണ് വർക്ക് ചെയ്യാത്തത് എന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ 8 വർഷമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെയാണ് വർക്ക് ആവാത്തത് എന്ന് നമ്മൾ നോക്കുക. എവിടെയാണ് നമുക്കൊരു മാറ്റം വേണ്ടത്. ട്രാൻസിഷൻ്റെ ഒരു വർഷമാണ്. അതേപോലെ തന്നെ ഈ വർഷം നമ്മുടെ അറിവ് പങ്കുവെക്കേണ്ട ഒരു വർഷമാണ്. ഇത് എന്താ പറയുക, നമ്മൾ വോളണ്ടിയർ വർക്ക്, ചാരിറ്റിയുടെ ഒരു വർഷമാണ്. ഈ വർഷം അഡ്വൈസ് കൊടുക്കേണ്ട ഒരു വർഷമാണ്. ഈ വർഷം നിങ്ങളുടെ ഉള്ളിലുള്ള അറിവുകളും കഴിവുകളും മറ്റുള്ളവരായിട്ട് പങ്കുവെക്കേണ്ട വർഷമാണ്. അപ്പോൾ 9 വന്നിട്ടുള്ളവർ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും നിങ്ങളുടെ എന്ത് അറിവുകളും പങ്കുവെക്കുകയും വേണം. ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കണം ഈ വർഷം. അതേപോലെ തന്നെ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ കുറെ കാലമായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവാത്തത് എന്ന് നോക്കിയിട്ട് യു ഹാവ് ടു സ്പെൻഡ് ടൈം ഓൺ ഇറ്റ് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. ഇനി 3 എന്ന് പറയുന്നത് സ്പെഷ്യൽ നമ്പേഴ്സ് ആണ്. 11 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് ബോണസ് ഇയർ എന്നാണ് പറയുക. ഇത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു എൻറിച്ച് യുവർ സ്പിരിച്വാലിറ്റി എന്ന് പറയും. ഡെവലപ്പ് യുവർ ഇൻറ്റ്യൂഷൻ എന്നുള്ളതാണ് ഈ വർഷം. അതേപോലെ തന്നെ വലിയ വലിയ ഗോൾസ് വിഷ്വലൈസ് ചെയ്യേണ്ട വർഷമാണ് 11 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പും ഇതൊക്കെ ആയിരിക്കുകയാണെങ്കിൽ പുതിയ റൊമാൻസ്, ഇത് ഇനി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അല്ലെങ്കിലും ഉള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും പുതിയ റൊമാൻസ് കണ്ടെത്തേണ്ട ഒരു വർഷമാണത്. ഇൻറ്റ്യൂഷനും ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു വർഷമാണത്. എന്താ പറയുക, സോൾമേറ്റ് ഇല്ലെങ്കിൽ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു വർഷമാണ് 11 എന്ന് പറയുന്നു. സോൾമേറ്റ് ഉണ്ടെങ്കിൽ പുറത്തു പോകണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഇതൊരു ബോണസ് ആയിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു വർഷമാണ്. സ്പിരിച്വാലിറ്റി വേണം, എന്താ പറയുക, റൊമാൻസ് വേണം. അതിപ്പോൾ നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിലും കപ്പിൾസിനുള്ളിൽ നല്ല റൊമാൻസ് ആവാം. പുതിയൊരു എനർജി കണ്ടുപിടിക്കേണ്ട ഒരു വർഷമാണിത്. അതല്ല നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ തുടക്കത്തിന് പറ്റിയൊരു വർഷമാണിത്. ഇനി 22 ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഡിസിപ്ലിൻ്റെ വർഷമാണിത് എന്നേ പറയാനുള്ളൂ. എന്താ പറയുക, നമ്മൾ കോഴ്സ് കറക്റ്റ് എന്ന് പറയും. 9 കണ്ട പോലെ തന്നെ കോഴ്സ് കറക്റ്റ് ആണ് ഈ വർഷം ചെയ്യേണ്ടത്. 33 എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 33 ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും, ഒരുപാട് വർക്ക് വരും. യു വിൽ റിയലി സ്ട്രഗിൾ ദിസ് ഇയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോവർക്കേഴ്സും അതിൽ നിന്നും ഒരുപാട് പ്രഷർ വരുന്നൊരു വർഷമായിരിക്കും 31 പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഇതിൽ ഹോബീസും കാര്യങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വർഷം നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കുള്ളൂ. ഇതാണ് നമ്മൾ പേഴ്സണൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ മെനി ഓഫ് യു റെസണേറ്റഡ് വിത്ത് ദിസ് ആൻഡ് ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു പ്ലാൻ അക്കോർഡിംഗ് ടു ദിസ്? ഐ റെസണേറ്റഡ് വിത്ത് ഇറ്റ് പേഴ്സണലി. ഇനി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ വർഷം ഒരു ജനറൽ തീമായിട്ട് നമ്മളത് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പല ഏരിയയിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ന്യൂമറോളജി എന്ന് പറയുന്നത് നമ്മൾ അതിന് വഴികാട്ടിയാവുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂമറോളജി കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നത്. ഇനി ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ടില്ലെങ്കിൽ ഐ വാണ്ട് യു ടു സ്പെൻഡ് സം ടൈം റിഫ്ലക്റ്റിംഗ് ഓൺ ദിസ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക ലിമിറ്റിംഗ് ബിലീഫ്സ് ആണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് നമ്മൾ നോക്കുക.